ജനാധിപത്യത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ കേരളം സമഗ്രമായ പഠന പദ്ധതിയായ നവകേരള ക്ഷേമ വിവരശേഖരണ പദ്ധതി തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി. സന്നദ്ധ സേവകർ ജനങ്ങൾക്കിടയിലെത്തി വിവരങ്ങൾ സ്വീകരിക്കും. ജനങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സൂക്ഷ്മമായി കേൾക്കുമെന്നും വിശദമായ റിപ്പോർട്ടും വികസന മാർഗരേഖയും തയ്യാറാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജനാധിപത്യത്തിൽ പുതിയ മാതൃക സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് വീണ്ടും കേരളം. സമഗ്ര പഠന പദ്ധതിയായ നവകേരള ക്ഷേമ വിവരശേഖരണ പദ്ധതിക്കാണ് സർക്കാർ തുടക്കം കുറിക്കുന്നത്. നവകേരള വികസന ക്ഷേമ പഠന പരിപാടി കേരളത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും പുതിയ കരുത്തും ദിശാബോധവും സമ്മാനിക്കുമെന്ന് സുനിശ്ചിതമാണ്. സംസ്ഥാനത്താകെ ജനങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സൂക്ഷ്മാംശത്തിൽ കേൾക്കും. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കും. അതിൻ്റെ തുടർച്ചയായി സമഗ്രമായ പഠന റിപ്പോർട്ട് തയ്യാറാക്കും. ജനുവരി 1 മുതലാണ് പദ്ധതിക്ക് തുടക്കമാകുക. വാർഡുകൾ കേന്ദ്രീകരിച്ചാകും വിവരശേഖരണം. 2026 മാർച്ച് 31 തീയതിയോടെ പഠന റിപ്പോർട്ട് തയ്യാറാക്കി പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിക്കാൻ കഴിയും വിധമാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ജനകീയ പങ്കാളിത്തത്തോടെ നവകേരളം പടുത്തുയർത്താനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമത്തിന് കൂടുതൽ ആക്കവും ദിശാബോധവും സമ്മാനിക്കാൻ ഈ പഠന പരിപാടിക്ക് സാധിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.